ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, കൂർഗിൽ. ഞങ്ങൾ കൂർഗിൽ വന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ കൂർഗിൽ നിന്ന് റിട്ടേൺ പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഡയറക്റ്റ് ആലപ്പുഴയിലോട്ടല്ല പോകുന്നത്. ഞങ്ങൾ ഇപ്പം ഇത് ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആലപ്പുഴ പോകുന്നത്. എന്താ വെച്ചെങ്കിൽ ഇത് കുറേ ആയി ഞാൻ ബാംഗ്ലൂർ പോയിട്ട്. ഞാൻ ജീസുവിന് ഡെലിവറി ആവുന്നതിന് മുമ്പാണ് പോയത്, അതിനുശേഷം പോയിട്ടേ ഇല്ല. പിന്നെ ജീസും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബാംഗ്ലൂരിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് രണ്ടുപേർക്കുണ്ട്. ജീസുവിനേക്കാളും എനിക്കാണ് കൂടുതൽ. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ കുശാൽ നഗറുള്ള ഗോൾഡൻ ടെമ്പിളിലും കൂടി കയറിയായിരുന്നു. എന്തായാലും വന്നതല്ലേ, അപ്പം അവിടെയും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം ജീസോ ആയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് പോയത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ജീസുവിന് ദോശ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ മീൽസാണ് വാങ്ങിച്ചിട്ട് കഴിച്ചത്. വെജിറ്റേറിയൻ ആയിരുന്നു, നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ യാത്ര അങ്ങ് തുടർന്നു. ഞങ്ങളിപ്പം മൈസൂരിലോട്ടാണ് പോകുന്നുള്ളത്. എന്താ വെച്ചാൽ മൈസൂരും കൂടി കുറച്ച് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ലാതെ ചിക്കുപാട് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട് മൈസൂരിൽ. അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്തിട്ട് കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി കണ്ടിട്ടൊക്കെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇനി നമ്മൾ മൈസൂരപ്പം എത്തുമെന്ന് അറിയത്തില്ല. മൈസൂരെത്തുമ്പോൾ ഒരു 5-6 മണിയൊക്കെ ആവുമായിരിക്കും. അങ്ങനെ നമ്മളൊരു കഫേയിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോഴത്തേന് ചിക്കുപാട് ഫ്രണ്ട് വന്നു. അങ്ങനെ അവരെ മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് സൂവിലോട്ടാണ് പോയത്. സൂവിൽ പോയിട്ട് ജീസുവിന് അവിടുത്തെ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മൈസൂർ സൂ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെ ഓപ്പണാണ്. പിന്നെ വ്യാഴാഴ്ച അവധിയാണ്. പിന്നെ അവർ അഡൾട്ടിന് ചാർജ് ചെയ്യുന്നത് 100 റുപ്പീസും, അതുപോലെ തന്നെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ചാർജ് ചെയ്യുന്നതും 50 റുപ്പീസുമാണ്. 2 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ എൻട്രി ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുന്നവർക്ക് നല്ല ആരോഗ്യം വേണം, എന്നാൽ മാത്രമേ ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് തന്നെ 3 കിലോമീറ്റർ എന്തായാലും നടക്കേണ്ടി വരും. പിന്നെ വേറെ ബഗ്ഗി വണ്ടി ഉണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ ഇങ്ങനെ നടക്കുന്നവർക്കൊക്കെ കുറേ ഉണ്ട് നടക്കാൻ, കണ്ടാലും തീരത്തില്ല. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ട് ഞാൻ എൻ്റെ ഫാമിലിക്കായിട്ട് പോയിട്ട് ഭയങ്കര ടയർഡായിപ്പോയി. എനിക്കിപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇറങ്ങാനും അല്ല, അത് ഫിനിഷ് ചെയ്യാതെ വേറൊരു ഓപ്ഷനും ഇല്ല. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം പിന്നെ ജീസുവിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഇല്ലെങ്കിൽ എനിക്ക് ഇതിൽ പോകാൻ വലിയ താല്പര്യമില്ല. എന്താ വെച്ചെങ്കിൽ കുറേ നടക്കണം. 3 കിലോമീറ്ററൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല, നല്ല പണിയാണ്. അങ്ങനെ നമ്മുടെ 3 കിലോമീറ്റർ നടത്തത്തിന് ശേഷം നമ്മൾ ഫൈനലി പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് മൈസൂർ എവിടെയും ചുറ്റാൻ പോകാനുള്ള അത്ര എനർജിയും ഇല്ല, പിന്നെ അത്ര സമയമില്ല, ഭയങ്കര ടയേർഡായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി മൈസൂർ കറക്കമൊക്കെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ പോവാം. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഡയറക്റ്റായിട്ട് ഇനി ബാംഗ്ലൂർ പോകുന്നതുകൊണ്ട് നമ്മളിപ്പം ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൈസൂർ ടു ബാംഗ്ലൂർ വരെയുള്ള റോഡ് ഭയങ്കര അടിപൊളിയായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നല്ല ചില്ല് ചെയ്ത്
കൂളായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം തന്നെ രാത്രി ആവാറായി. ഇനിയിപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോൾ കുറേ സമയം എടുക്കുമായിരിക്കും. നമ്മൾ പോകുന്നത് കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ പോകത്തില്ല, അവിടെ ഇവിടെ നിർത്തി പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുടിച്ച് അങ്ങനെയൊക്കെ സമാധാനത്തോടെ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ എന്തായാലും കുറേ സമയം എടുക്കും. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് എംപയർ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇപ്പോൾ കുറേ സമയമല്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. പിന്നെ ജീസുവിന് എന്തായാലും ദോശയോ അതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കൊടുക്കാറ്. അങ്ങനെ പിന്നെ അവന് ഞാൻ ദോശ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇത് ഫ്രൈഡ് ചിക്കനും പിന്നെ ബർഗർ അതൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇതൊരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ബാംഗ്ലൂർ എത്താറായി. നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോൾ തന്നെ നമുക്കറിയും എന്ത് വെച്ചെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയാൽ പിന്നെ തീർന്നു. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തൊക്കെ എത്തണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ നമ്മൾ ട്രാഫിക്കിൽ തന്നെ കഴിഞ്ഞു പോകും. പിന്നെ അങ്ങനെ നമ്മളിപ്പം മടിവാളെത്തി. ഇനിയിപ്പം എവിടെയെങ്കിലുമൊക്കെ റൂമൊക്കെ നോക്കിയിട്ടൊന്ന് സെറ്റ് ആവണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.